ഹായ് പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പെപ്പർ ബീഫാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. അത് എന്ത് കൂട്ടി കഴിക്കാം. പൊറോട്ടയ്ക്ക് അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് നല്ല ഈ ഡ്രൈ പോലെയുള്ള സാധനത്തിലേക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഞാനിവിടെ നിന്ന് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. ഇത് ചെറിയ കഷ്ണമായി മുറിക്കണം. നമുക്ക് എന്നാലേ ടേസ്റ്റി ഉണ്ടാവുള്ളൂ. ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇനി പരിചയപ്പെടുത്തുക. ഫസ്റ്റ് വേണ്ടത് നമുക്ക് തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, വെളിച്ചെണ്ണ, കുരുമുളക്, വറ്റൽമുളക് ചതച്ചത്, ചെറിയുള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ്, നമ്മുടെ ബീഫ് ഒന്ന് വേകാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബീഫ് ഒന്ന് വേകാൻ വെക്കാം. വേകാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്കറിൽ ഒരു 6 വിസിൽ വരണം. അതുവരയ്ക്കും വേകാൻ വെക്കാം. ഇതിൽ വെള്ളം ഉണ്ടാവും എങ്കിലും നമുക്കൊരു സംശയം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതിൽ വെള്ളം ഉള്ളതാണ്. നമുക്കിനി ഗ്യാസ് കത്തിക്കാം. കുക്കർ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതിലൊരു 6 വിസിൽ വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചതച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ 6 വിസിൽ വന്നു. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ ഫ്രൈൻ്റെ നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. നമുക്ക് പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രൈക്ക് വെളിച്ചെണ്ണയാണ് അടിപൊളി ടേസ്റ്റി ആയിരിക്കുക കഴിക്കാൻ. ഞാൻ ഒരു തവി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് സബോള ഒന്ന് നല്ല നൈസായി അരിഞ്ഞാണ്. വലിയ സബോളയാണ്. ചെറിയുള്ളി അതായത് ഒരു 6-7 ഉണ്ട്. നൈസായി അരിഞ്ഞതാണ്. 2 ഒപ്പം ഇട്ട് കൊടുത്തോളൂ. ഉള്ളിയൊന്ന് നല്ല മുറുകി വരട്ടെ, എന്നിട്ട് കാണാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കണം. ഇതിൽ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളിയും കൂടി നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. നോക്കിക്കോളൂ. 3 കൂടി ഒപ്പം ഇട്ടോളൂ. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായി പോട്ടെ, അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇങ്ങനെ ആയിരിക്കണം. ഇത്രയും ഫ്രൈ ആകണം. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതാ ടീസ്പൂണിന് 1/2 ടീസ്പൂണാണ്. ഒരു നല്ല ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ ജീരകം ഒരു പിഞ്ച്, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, പട്ട പൊടിച്ചത് 1 പിഞ്ച്, മുളക് പൊടി 1 പിഞ്ച്, മല്ലിപ്പൊടി 1 പിഞ്ച്, കുരുമുളക് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് പോട്ടെ. ഇതിൻ്റെ അങ്ങനെ പച്ചമണമൊക്കെ പോയി ഒരു വലിയ തക്കാളി, പുളിയുള്ള തക്കാളിയാണ്, നൈസിൽ അരിഞ്ഞിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക. പെപ്പർ ബീഫ് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. തക്കാളി ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഈ തക്കാളി ഒന്ന് നല്ല കുഴഞ്ഞ് വരണം. അത് വരയ്ക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം നമ്മുടെ തക്കാളിയൊക്കെ പച്ചമണം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറച്ചി എന്തായാലും നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ പേസ്റ്റായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മുടെ ബീഫ് വേവിച്ചത് നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം. ബീഫ് വേവിച്ചത് കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. അപ്പം അങ്ങനെ ഇത് നല്ലോണം ഒന്ന് വറ്റട്ടെ. അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. പിഴിഞ്ഞു കൊടുക്കണമെന്ന് നോക്കിക്കോളൂ. ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ ഒരു പൊളിയാണ് എടുത്തിരിക്കുന്നത്. പിഴിഞ്ഞു കൊടുക്കാം. ഒരു തണ്ട് കറുവപ്പല കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ആരിനെയല്ല വിളിക്കാൻ പോണത്, നമ്മുടെ ഫൈസലിനെയാണ് വിളിക്കാൻ പോണത്. ഫൈസലെ വരൂ. അപ്പം ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ പെപ്പർ ബീഫ് അല്ലേ? ശരി. പെപ്പർ ബീഫ് ഒരുപാട് ഡ്രൈ ഫ്രൈ ആവില്ല അല്ലേ? അത് നമ്മളിപ്പോ ഇത് പോയി കഴിക്കേണ്ടത് പൊറോട്ടയ്ക്ക്, ചപ്പാത്തിക്ക്, ഇതിനൊക്കെയാണ് ഇത് അടിപൊളിയായിരിക്കുള്ളൂ. കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിട്ട് ഇപ്പൊ തന്നെ പറയാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പറയാം. അതെ, നന്നായി വന്നിട്ടുണ്ട്. 6 ബിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ബീഫിനും ഓരോ വേവാണ്. പെപ്പർ ബീഫ് പറഞ്ഞാൽ നമുക്ക് അതിന്റെ എരിവ് ശരിക്കും ഒരു കുത്തുന്ന എരിവല്ല. കംപ്ലീറ്റ് മുളകായതുകൊണ്ടേ, അല്ല കംപ്ലീറ്റ് കുരുമുളകായതുകൊണ്ട് അടിപൊളിയായിരിക്കും പറയാം. തിന്നോണ്ടേയിരിക്കാൻ തോന്നുന്നു പറയാം. ഇതിന് പൊറോട്ട ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇത് പൊറോട്ട, ചപ്പാത്തി, പുട്ട്, പിന്നെ ചോറും അടിപൊളിയായിരിക്കും. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി പെപ്പർ ബീഫ് ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കണു. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒരുപാട് ബീഫിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ പേര് നമ്മുടെ അടുത്ത് പറയും ചെയ്തിട്ടുണ്ട്, പെപ്പർ ബീഫ് ഉണ്ടാക്കുമെന്ന്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ പെപ്പർ ബീഫ് ഉണ്ടാക്കി ഞങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത പാടി കിച്ചൻ്റെ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.